Hi Kitchen Recipes in മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ശില്പ. ഇനി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ബാച്ചലർ ഫ്രണ്ട്ലി അല്ലെങ്കിൽ തിരക്കുള്ള അമ്മമാർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സ്പീഡിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റന്റ് പൊട്ടറ്റോ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിച്ചോട്ടെ, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണണമെങ്കിൽ പ്ലീസ് താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരു കുക്കറിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ചൂടായ വെളിച്ചെണ്ണയിലോട്ട് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അപ്പോൾ ദാ ഇതിൻ്റെ കൂടെ ഞാൻ 3 പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവോള ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം. നിങ്ങൾ അരിയുമ്പോൾ കുറച്ചും കൂടെ നേരിയതായിട്ട് അരിയുവാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കട്ടെ കാണാനായിട്ട്. ഞാനീ പറഞ്ഞോളം സ്പീഡിൽ ചെയ്യണോണ്ട് അങ്ങനെ ഭംഗിയൊന്നും നോക്കി അരിഞ്ഞില്ല. എനിക്ക് പറ്റുന്ന പോലെ അങ്ങനെ സ്പീഡിൽ അങ്ങോട്ട് അരിഞ്ഞിടുകയാണ് ചെയ്തത്. 1 ടീസ്പൂൺ ഗരം മസാലയാണ് ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത്. ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് എപ്പോഴും വീട്ടിൽ പൊടിച്ചെടുക്കുന്ന ഗരം മസാലയുടെ ഫ്ലേവറാണ് എപ്പോഴും ഇഷ്ടം. നിങ്ങൾക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗരം മസാല വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ ചെയ്തിട്ടുള്ളത് മിക്സിയുടെ ചെറിയ ജാറിൽ ചെറിയൊരു ടീസ്പൂൺ പെരുംജീരകം, 2 ഗ്രാമ്പു, 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, ഇത്രേ ഉള്ളൂ. ഇതെല്ലാം പൊടിച്ചിട്ട് ഡയറക്റ്റ്ലി ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഇതിനെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതിനെ വഴറ്റിയെടുക്കാം. ഈ പൊടികളൊക്കെ ചേർക്കുമ്പോൾ എപ്പോഴും ഒരു മീഡിയം ടു മീഡിയം ലോ ഫ്ലെയിമിൽ വേണോട്ട് വെക്കാനായിട്ട്. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ എരിവനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ആവശ്യം തോന്നുവാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു 5-6 മിനിറ്റ് ഇതിൻ്റെ പച്ചമണം മാറണ വരെ വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ടൊമാറ്റോയുടെ പകുതി ഭാഗം മാത്രമാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് അരിഞ്ഞിട്ടതും കൂടെ ചേർത്ത് കൊടുത്ത് ഈ ടൊമാറ്റോ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വരണ വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ടൊമാറ്റോ ഒന്ന് സോഫ്റ്റായി കഴിഞ്ഞപ്പം ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് ഗ്രീൻ ക്യാപ്സിക്കും കുറച്ച് യെല്ലോ ക്യാപ്സിക്കും ആണ്. അപ്പോൾ ഈ യെല്ലോ ക്യാപ്സിക്കം ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല, എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്തു, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ മാത്രമാണെങ്കിൽ ഗ്രീൻ മാത്രം ചേർക്കുക. ഇനിയിപ്പോൾ റെഡ് ആണെങ്കിൽ റെഡ് ചേർക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കയ്യിലുള്ളതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്താണെങ്കിലും ഏകദേശം ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം, അതിൽ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ 2 വലിയ ഉരുളക്കിഴങ്ങ് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ സ്ക്വയർ പീസസ് ആക്കി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനല്ലേ, ഈ ഉരുളക്കിഴങ്ങും ക്യാപ്സിക്കവും, അത് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. പൊട്ടാറ്റോ വെന്ത് കിട്ടാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിതിലോട്ട് 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിനെ വിസിലിട്ട് മൂടി വെച്ച് ഇതിനെ വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കറിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. 2-3 വിസിലിനുള്ളിൽ തന്നെ അത് വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ 2-3 വിസിൽ വന്നതിന് ശേഷം പ്രഷറെല്ലാം പോയതിന് ശേഷം കണ്ടില്ലേ, വളരെ നന്നായിട്ട് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിൽ ഒരു അല്പം വെള്ളം കൂടുതലുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, കുറച്ച് പൊട്ടിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കടലക്കറി ചെയ്ത അതേ ടെക്നിക്ക് തന്നെയാണ് ഇതിലും യൂസ് ചെയ്യുന്നത്. കുറച്ച് ഉരുളക്കിഴങ്ങ് വെന്തത് എടുത്തിട്ട് ഒന്ന് മാഷ് ചെയ്യുക. എന്നിട്ട് തിരിച്ച് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ പൊട്ടിട്ട് നമ്മുടെ കടല പോലെയല്ലോ, കുറച്ചും കൂടെ എളുപ്പത്തിൽ മാഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊന്ന് മാഷായി കിട്ടും. എല്ലാം കുറച്ച് മാത്രം. എന്നിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും കണ്ടില്ലേ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്, ഒരുപാട് സമയം എടുക്കുമൊന്നുമില്ല. കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കണം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതിനെ സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് പൊട്ടാറ്റോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ റെസിപ്പി വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.